1998 പൊതുതെരഞ്ഞെടുപ്പിൽ MP വീരേന്ദ്രകുമാറിനെ അട്ടിമറിച്ചാണ് കോൺഗ്രസ് നേതാവായ പി ശങ്കരൻ പാർലമെന്റ് കണ്ടത്. പ്രചാരണത്തിന് വന്ന സോണിയാഗാന്ധിയെ സ്വന്തം പാർട്ടിക്കാർ തന്നെ പിന്തിരിച്ചപ്പോൾ വേദിയിൽ തല കറങ്ങി വീണ ചരിത്രവും ശങ്കരന്റെ പേരിലുണ്ട്. എന്നെ ഡൽഹിയിൽ നിന്ന് ലീഡർ വിളിച്ചിട്ടാണ് പറയുന്നത്, താൻ പാർലമെന്റിലേക്ക് നോമിനേഷൻ ഫയൽ ചെയ്യണം, താനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് വിളിച്ചെന്നോട് പറഞ്ഞു. നോമിനേഷൻ കൊടുത്ത് തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ കിട്ടി ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവം. നോമിനേഷൻ ഫയൽ ചെയ്ത് ഞാൻ മടങ്ങിയിരുന്ന സ്ഥലത്തിലാണ് വീരേന്ദ്രകുമാറും അദ്ദേഹത്തിൻ്റെ അനുയായികളോടൊപ്പം നോമിനേഷൻ ഫയൽ ചെയ്യാൻ വരുന്നത്. അപ്പം ഞാൻ കയറി വിഷ് ചെയ്ത് എന്തൊക്കെ ഇടുന്ന നോമിനേഷൻ ഫയൽ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ച്, അപ്പോൾ അതിങ്ങനെ ഞാൻ പറയുന്നതൊക്കെ ഇങ്ങനെ ചിരിച്ചോണ്ടാണ് പറയണത്. അപ്പോൾ പുള്ളി പെട്ടെന്ന് യാദിച്ച് എന്നോട് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ ഈ ചിരി ഇനിയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുണ്ടാവില്ലേ എന്ന് ചോദിച്ചു. പാളയത്തിലെ പട 8ന്റെ പണിയാണ് ശങ്കറിന് കൊടുത്തത്. പ്രചരണത്തിന് കരിപ്പൂരിൽ വന്ന സോണിയാഗാന്ധിയോട് നല്ല വെയിലുള്ള സമയത്ത് മഴയാണെന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചത് കൂടെ നിന്നവർ തന്നെ. വേദിയിൽ അത് അനൗൺസ് ചെയ്തതിൻ്റെ ഇഫക്റ്റ് മറ്റൊന്നായിരുന്നു. ഇത് അനൗൺസ് ചെയ്യലും ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നതും ഞാൻ ഏതാണ്ട് ഒരു മോഹാലസ്യപ്പെടുന്നൊരവസ്ഥ, അങ്ങനത്തെ ഒരു രംഗം അവിടെ ഉണ്ടായി. സ്വാഭാവികമായിട്ട് എനിക്ക് ആകെ ഐ വാസ് റിയലി ഷോക്ക്ഡ്. ലോട്ടെടുത്ത് പ്രസംഗിക്കാനുള്ള അവസരം ഒരിക്കൽ ശങ്കറിന് കിട്ടി. പക്ഷേ അപ്പോൾ ഒരു മന്ത്രിയുടെ ഓഫീസിൽ മറ്റു MP-മാർക്കൊപ്പം ഇരിക്കുകയായിരുന്നു. എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ AC ജോസനോട് ശങ്കര തൻ്റെ പേര് വിളിക്കുന്നത്, വേഗം ചെല്ല്, ലോക്സഭയിൽ നിന്ന് തൻ്റെ പേരാണ് വിളിക്കുന്നതാണ്. ഞാൻ ഓടി അവിടെ എത്തുമ്പോൾ രണ്ടാമത്തെ പേര് വേറെ പേര് പറഞ്ഞു എൻ്റെ ചാൻസ് പോകില്ലേ. ഞാൻ വേഗം ഓടി ചെല്ലുന്നത് രാജ്യസഭയിലേക്കാണ്, മാറിപ്പോയി. ആ സംഭവത്തോടുള്ള പ്രവർത്തകരുടെ പ്രതികരണമായിരുന്നു രസം. ഞാൻ കോഴിക്കോട്ടേക്ക് തിരിച്ചെത്തിയപ്പോൾ അന്ന് തിരുവമ്പാടി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവമ്പാടി മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ എന്നെ അഭിനന്ദിച്ചുകൊണ്ട് ആൾക്കാരവിടെ എൻ്റെ പേര് വിളിച്ച് മുദ്രാവാക്യം മുഴക്കി. അപ്പോൾ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഉള്ളതാണ്, ഒന്നുമില്ലെങ്കിൽ അവിടെ പോയിട്ട് 2 വാക്ക് സംസാരിച്ചല്ലോ, മറ്റു പലരും അവിടെ പോയിട്ട് ഒന്നും മിണ്ടാണ്ടെങ്കിൽ പോരുകയാണ്. ഇതിപ്പോൾ രാജ്യസഭയിലും ലോകസഭയിലും പ്രസംഗിച്ചു എന്നല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളെ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞേ, അതിനാണ് നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം മുഴക്കിയെന്ന് പറഞ്ഞത്. സഞ്ജു പൊറ്റമ്മലിനൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1, കോഴിക്കോട്.